ആളുകൂടാത്തതിന്റെ പേരിൽ തിരുവനന്തപുരം കനകക്കുന്നിൽ മോട്ടോർ വാഹന വകുപ്പ് സംഘടിപ്പിച്ച ചടങ്ങ് റദ്ദാക്കിയ സംഭവത്തിൽ ഉന്നത ഉദ്യോഗസ്ഥന് കാരണം കാണിക്കൽ നോട്ടീസ്. പരിപാടിയുടെ ചുമതലയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരോട് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറാണ് വിശദീകരണം തേടിയത്. സംഘാടനത്തിലെ പിഴവ് ചൂണ്ടിക്കാട്ടി മന്ത്രി ഇന്നലെ പരിപാടി റദ്ദാക്കിയത് വിവാദമായിരുന്നു. മോട്ടോർ വാഹന വകുപ്പിന്റെ പുതിയ വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് ചടങ്ങ് മന്ത്രി റദ്ദാക്കിയിരുന്നു. വാഹനങ്ങൾ കൊട്ടാരത്തിന് മുന്നിലേക്ക് കയറ്റി നിർത്തണമെന്ന നിർദ്ദേശം നടപ്പിലാക്കാത്തതായിരുന്നു മന്ത്രിയെ ചൊടിപ്പിച്ചത്. പരിപാടിയിൽ ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തം കുറഞ്ഞതും മന്ത്രിയെ പ്രകോപിപ്പിച്ചു. ചടങ്ങിൽ സ്ഥലം MLA വി കെ പ്രശാന്ത് സംസാരിച്ചതിന് പിന്നാലെ മന്ത്രി ഉദ്യോഗസ്ഥരെ ശാസിക്കുകയും പരിപാടി റദ്ദാക്കിയതായി അറിയിക്കുകയുമായിരുന്നു. ഇതിന്റെ മുറ്റത്ത് വണ്ടി കയറ്റിയിട്ടാൽ ടൈൽസ് പൊട്ടും എന്നൊരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. ആ ഉദ്യോഗസ്ഥൻ ആരാണ്? കാരണം കാറ് കയറ്റിയിട്ട പൊട്ടുന്ന ടൈൽസ് ആണ് ഇവിടെ ഇട്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ ആരാണെന്ന് ബന്ധപ്പെട്ട മന്ത്രിക്ക് ഞാൻ കത്ത് കൊടുക്കും. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാരെ പോലും വിളിച്ചുകൊണ്ടിരാൻ ഈ വ്യക്തിക്ക് കഴിഞ്ഞില്ല. അതിന് നടപടിയെടുക്കും. എല്ലാവരും ക്ഷമിക്കണം. പരിപാടി റദ്ദാക്കും. സംഭവത്തിൽ പ്രധാന സംഘാടകനായ അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ വി ജോയ്ക്കാണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. മറുപടി ലഭിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്ന് ഗതാഗത വകുപ്പ് അറിയിച്ചു. കൊട്ടാരവളപ്പിലെ ടൈൽ പൊട്ടിപ്പോകുമെന്ന് കരുതിയാണ് വാഹനങ്ങൾ അകത്തേക്ക് കടത്തിവിടാതിരുന്നതെന്നാണ് ഉദ്യോഗസ്ഥൻ മന്ത്രിയോട് ആദ്യം വിശദീകരിച്ചത്. ഫ്ളാഗ് ഓഫ് ചെയ്യേണ്ടിരുന്ന വാഹനങ്ങൾ ഉടൻ മോട്ടോർ വാഹന വകുപ്പിന് ലഭിക്കില്ല. വാഹനങ്ങൾ സ്വിഫ്റ്റ് ആസ്ഥാനത്തേക്ക് മാറ്റി. അതേസമയം മന്ത്രിയുടേത് ധിക്കാര നടപടി എന്ന നിലയിൽ ഉദ്യോഗസ്ഥർക്കിടയിലും അതൃപ്തിയുണ്ട്. പുത്തരിക്കണ്ടം മൈതാനത്തും തൈക്കാട് പോലീസ് ഗ്രൗണ്ടിലും മുമ്പ് നടത്തിയിരുന്ന പരിപാടികൾ കനകക്കുന്നിലേക്ക് മാറ്റുന്നതാണ് ബുദ്ധിമുട്ടുകൾക്ക് കാരണമെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.